പോവാൻ ഉള്ള സമയമായി എന്ന് ഭഗവാന് മനസ്സിലായി. കാരണം എന്താ, കാളിയമർദ്ദനം കഴിഞ്ഞപ്പോഴേക്ക് കംസൻ അറിഞ്ഞല്ലോ തൻ്റെ ശത്രുവായിട്ടാണ് ആരുള്ളത്, ഈ നന്ദഗോപുര മകനുള്ളതെന്ന് അറിഞ്ഞു. ഇനി ദേവകിയുടെ പുത്രൻ തന്നെയാണോ ഇത് എന്നൊരു സംശയമുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കി തരത്തിലൊരു ശത്രു ആവാനുള്ള ശക്തി ആർക്കുണ്ട്? ആ നന്ദഗോപുര പുത്രൻ്റെ അടുത്താണ് താൻ അയച്ച പൂതനയും ഷടകാസുരനും എല്ലാം പതിക്കപ്പെട്ടതെന്നും കംസൻ അറിഞ്ഞു, ചാരന്മാർ വഴി അല്ലേ. പക്ഷേ ഇത് ദേവകിയുടെ പുത്രനാണോ എന്നൊരു സംശയമുള്ളൂ. അതിന് വലിയ താമസമൊന്നും ഉണ്ടായില്ല. ഈ 1-2 ലീലയും ഗോവർദ്ധന പർവ്വതം പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നാരദരി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, കംസ നിന്റെ സംശയമൊന്നും വേണ്ട, നീ അന്വേഷിക്കുന്ന ആൾ തന്നെയാണത്. അന്നേരമാണ് അക്രൂരരെ അയച്ച് വെളിയിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? നാരദര് കൃത്യസമയത്ത് ഇടപെട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക, വഴി തെളിച്ചു വിടും. നശിക്കേണ്ടവന് നശിക്കാനും നന്നാവേണ്ടവന് നന്നാവാനുള്ള റൂട്ട് തിരിക്കുന്നത് ആരാ? നാരദർക്ക് അതിനുള്ള കഴിവുണ്ട്. നാരദരുടെ ബുദ്ധി അങ്ങനെയാണ്. അപ്പം ഇവിടെ ഭഗവാന് കംസനെ വധിക്കാൻ വേണ്ടി പോയി കഴിയുമ്പോൾ ഈ ഗോപികമാരടുത്തുനിന്ന് പോകേണ്ടി വരും. പിന്നെ തിരിച്ചൊരു വരവുണ്ടില്ല. മനസ്സിലായില്ലേ? അപ്പം തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഗോപികമാർ ദുഃഖത്തിലേക്ക് വീഴരുത്. ആ ആശ്രയം പരമമായ ജ്ഞാനത്തിലേക്കാക്കണം. മനസ്സിലായോ? ആ പരമമായ ജ്ഞാനത്തിലേക്ക് ആശ്രയം മാറിയാൽ പിന്നെ ദുഃഖമില്ല. ഇവിടെ കപിലൻ അന്തൻ്റെ അമ്മയോട് പറഞ്ഞത്, അമ്മയെ ദുഃഖ നിവാരണത്തിലുള്ള മാർഗം എന്താ? ആശ്രയിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അജ്ഞാനത്തെ അകറ്റുന്നതാണ് ദുഃഖത്തെ ഇല്ലാതാക്കാൻ വഴി. പരമമായ ജ്ഞാനത്തെ, അങ്ങനെയാണ് കപിലൻ അമ്മയ്ക്ക് ഉപദേശം കൊടുത്ത് കപിലൻ സന്യാസം സ്വീകരിച്ച് ജീവിതത്തെ വെടിയുന്നത്. ഇതുപോലെ ഭഗവാനും ഗോപികമാരെ ജ്ഞാനത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു. ഈ ജ്ഞാനത്തിലേക്ക് ഉയർത്തണമെങ്കിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. ഇവിടെ ഗോപികമാരും ഭഗവാനും തമ്മിലൊരു ഒരു ചിത്രീകരണമുണ്ട്. എന്താ വെച്ചാൽ ഈ ഗോപികമാരെല്ലാവരും ഭഗവാനെ അനുസരിക്കുന്നവരൊന്നുമല്ല. പ്രത്യേകിച്ച് സ്നേഹം അമിതമായാലും ഒട്ടും അനുസരിക്കാത്തവരായി മാറും സ്ത്രീകൾ. മനസ്സിലായില്ലേ? സ്നേഹത്തെ മുതലെടുക്കാനുള്ള സ്നേഹം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആധിപത്യം ഉറപ്പിച്ചു കളയും. സ്നേഹം കൊടുക്കുന്നവനെ പിന്നെ അല്ലേ എന്താ പറഞ്ഞത്, അവനെ പിടിച്ച് നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം പൊതുവിൽ ആർക്കുണ്ട്? സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ടാണ് പല പുരുഷന്മാരും പേടിച്ച് സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് കാണിക്കത്തില്ല. കാര്യം ഇതാ, പുറത്ത് കാണിച്ചാൽ പിന്നെ എപ്പോഴും ഇടയിൽ പിടിച്ച് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്ന കണക്ക് അങ്ങനെ കുഞ്ഞിരാമന്മാരെ പോലെ ഇങ്ങനെ കൊണ്ടു കിടക്കും. അതുകൊണ്ടാണ് ചിലർ പേടിച്ചിട്ട് കാണിക്കാത്തവരുണ്ട്. ചിലർക്ക് പിന്നെ ഇത് കാണിക്കാനേ അറിയാത്തവരുണ്ട്. അങ്ങനെയൊക്കെ വളരെ രസകരമാണ് ജീവിതം എന്നൊക്കെ പറയും. പല രസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അനുഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഈ ഭഗവാൻ ഗോപികമാരെന്ന് പറയുന്നത് ഭഗവാനേക്കാൾ പ്രായം കൂടിയവരുണ്ട്. യശോദയുടെ പ്രായത്തിലുള്ളവർ വരെ ഭഗവാന്റെ ഗോപികമാരാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഗോപിക എന്ന് പറയുന്ന പല ഗോപികമാരുടെയും മക്കൾ ഭഗവാനോടൊപ്പം കളിക്കാൻ കൂടുന്ന കൂട്ടുകാരാണ്. അപ്പോൾ ഇവിടെ പ്രായമൊന്നുമില്ല. അതാണ് മുമ്പേ പറഞ്ഞത്, ലൗകിക തലത്തിലല്ല ഇവിടുത്തെ ഭക്തി, ഭഗവാനോടുള്ള പ്രായം. ഗോപികമാരോടൊപ്പം ഭഗവാൻ ജീവിച്ച പ്രായം നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിനേക്കാൾ രസമാണ്. ഭഗവാൻ കേവലം ഒരു 7-8 വയസ്സ് വരെ മാത്രമേ ഗോപികമാരോടൊപ്പം ജീവിച്ചുള്ളൂ. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് 8 വയസ്സ് വരെ ഒരു ബാലന്റെ ഭാവം എത്രയാണ് അല്ലേ? ആ ഭാവം മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ പ്രണയത്തിന് വേറെ അർത്ഥങ്ങളൊക്കെ ചിലർ ചിന്തിച്ച് പോകുന്നത്. ആ അർത്ഥമൊന്നും ഇവിടെ ബാധകമല്ല. അപ്പം ഇവിടെ ഈ ഗോപികമാര് ഈ ഭഗവാൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ, ഇവരെല്ലാവരും ഭഗവാനോട് ആധിപത്യം പുലർത്തും. മനസ്സിലായില്ലേ? ഇനി ഭഗവാൻ പറയാം, ഗോപികമാരെ നിങ്ങൾക്ക് ഞാനൊരു അറിവ് പറഞ്ഞുതരാം, ഞാൻ പഠിപ്പിക്കാൻ പോവാണ്, നീ പോടേർക്കാം, ചുമ്മാ വന്നിരിക്കുന്നത് വലിയ ആൾ വന്നിരിക്കുന്ന കണക്ക് എന്ന് പറഞ്ഞു വേണമെങ്കിൽ തലയ്ക്ക് തട്ടും കൊടുത്തിട്ട് ആരും പോകും, ഗോപികമാർ പോകും. മനസ്സിലായില്ലേ? കാരണം ഗോപികമാർക്ക് അമിത സ്വാതന്ത്ര്യമുണ്ട് ആരെടുത്ത്? കൃഷ്ണനോട്. അപ്പോൾ ഒരു ഗോപികയാണെങ്കിൽ പിടിച്ച് എങ്ങനെങ്കിലും ഇരുത്തി പറഞ്ഞു കൊടുക്കാം. ഒരു ഗോപികയല്ല, എല്ലാവരെയും ഒരുപോലെ ഉയർത്തണം. മനസ്സിലായേ? ഭഗവാൻ ഒരു അധ്യാപകനായി വരുമ്പോൾ മുഴുവൻ ആൾക്കാരും ആ ക്ലാസ്സിലുള്ളവർ ഒരേ കണക്ക് പാസ്സാവണം. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കാൻ പോയാൽ എത്ര നല്ല അധ്യാപകം പഠിപ്പിച്ചാലും എല്ലാവരും ഒരേ കണക്ക് പാസ്സാവില്ല. പക്ഷെ ഇവിടെ ഭഗവാനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. എല്ലാ ഗോപികമാരും, ഒരു ഗോപിക പോലും ദുഃഖത്തിൽ വീഴാതെ പരമജ്ഞാനത്തിലേക്ക് ഉയരണം. മനസ്സിലായില്ലേ? അങ്ങനെ അവരുടെ ജന്മം തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. അവരെ ആ നിലയിലേക്ക് ഉയർത്തണമെങ്കിൽ ഇവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കണം. ഈ അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി ഇവരെ ഒരിടത്ത് ഇരുത്തുന്നത് വളരെ പ്രയാസമാണ്. വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഭഗവാനെ പഠിപ്പിക്കും. നീ അങ്ങനെ പറയണ്ട, അതിങ്ങനല്ലടാ, അതിങ്ങനാണ്, മനസ്സിലാവും അത് പറഞ്ഞ് ഭഗവാൻ തെറ്റിക്കഴിഞ്ഞാൽ ഭഗവാൻ നുള്ളും പിച്ചുമൊക്കെ കിട്ടും. ഇത് ഗോപികമാർക്ക് ഈ സ്നേഹം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാത്തവർ കെട്ടിപ്പറ്റി ഉമ്മയും കൊടുക്കും, അല്ലാത്തവർ തല്ലും കൊടുക്കും, വഴക്കൂടും. അടുത്ത് വരുമ്പോൾ കലഹവും അകന്നു പോകുമ്പം വിരഹവും. ഇതാണ് ഗോപിക കൃഷ്ണ ബന്ധം എന്ന് പറയുന്നത്. അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കലഹവും. മനസ്സിലായില്ലേ? അകന്നു പോകുമ്പോൾ താടിക്ക് കൈയും കൊടുത്തിരിക്കും, യോ പോയോ 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 എന്ന് ചോദിച്ചിരിക്കും. ഇതല്ലേ നമുക്ക് സ്നേഹം കൂടുമ്പോൾ ഉണ്ടാകുന്ന പലയിടത്തുമുള്ള പ്രശ്നം അല്ലേ? അടുത്ത് വന്ന് സ്നേഹത്തോടിരിക്കുമ്പം ഇല്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഉപ്പില്ല, മുളവില്ല, പുളിയില്ല, അതില്ല, ഇതില്ല, ഞാൻ പറഞ്ഞ സാധനം മേടിച്ചില്ല, അത് മേടിച്ചില്ല, ഇതിനൊക്കെ എത്ര സമയമുണ്ട്? ഇത് പറഞ്ഞിട്ടുണ്ടല്ലേ അടുത്തിരിക്കുന്ന സമയം മുഴുവൻ പിന്നെ മിണ്ടാതിരിക്കുന്ന അവസ്ഥയുണ്ടാകും.
എന്നിട്ട് പിറ്റേന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അയ്യോ ഇന്നലെ അതൊന്നും പറയണ്ടായിരുന്നു, വീണ്ടും പഴയതുപോലെ നമ്മൾ ചാടും. അപ്പോൾ ഇതാണ് ഗോപികമാരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ അതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു ഗോപികമാരെ കൃത്യമായ രീതിയിലൊന്ന് പഠനത്തിലെത്തണം. ഒരു അധ്യാപകനെ പോലെ ഗോപികമാർക്ക് ആത്മജ്ഞാനം പകർന്നു കൊടുക്കണം. ഒരു അധ്യാപകൻ ഒരു ക്ലാസ് റൂം തയ്യാറാക്കുമ്പോൾ അധ്യാപകൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? അധ്യാപകൻ ഒരു ക്ലാസ് റൂം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? എന്തൊക്കെയാ? ഞങ്ങൾ സ്കൂളിലേ പോയിട്ടില്ല. ഒന്ന്, അച്ചടക്കമുള്ള വിദ്യാർത്ഥികളെ നിലനിർത്തണം, അല്ലേ? കാര്യം അടുത്തിരിക്കുന്ന ഒരാൾ സംസാരിച്ചാൽ മറ്റൊരാൾക്കും കൂടെ അത് അസൗകര്യമാവും, തടസ്സമാവും. അപ്പോൾ അതൊരു പ്രധാനം. രണ്ട്, പരിപൂർണ ശ്രദ്ധ അധ്യാപകരിലേക്ക് കൊണ്ടുവരണം. വേണ്ടേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂളുകൾ സ്ഥാപിക്കുമ്പോൾ ഈ അധ്യാപകൻ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, ബോർഡൊക്കെ വെക്കുന്നത്, ഈ ഭാഗത്തായിട്ട് ജനലുകൾ കാണില്ല. അപൂർവം ചിലർക്ക് സൗകര്യമില്ലാത്തടത്തേ കാണുന്നത്, ബാക്കിയെല്ലാം ഭിത്തിയിലായിരിക്കും. എന്താ കാര്യം? പുറം കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണ് പോകരുത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഉണ്ടോ? എപ്പോഴും ഒരു ഫോക്കസ് മൈൻഡ്, അല്ലേ? നിങ്ങളിപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് യജ്ഞശാലയിലിരിക്കുന്ന ആചാര്യനും യജ്ഞശാലയൊക്കെ ഒരു ഫോക്കസ് മൈൻഡ് അല്ലേ? നിങ്ങൾ നേരെ ഇരുന്നാൽ ഇവിടേക്ക് വരും ആ ശ്രദ്ധ. അപ്പോൾ നമ്മുടെ ആ കാഴ്ച, കേൾവി ഇതെല്ലാം ഒരേ പൊസിഷനിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെ പിന്നെ അച്ചടക്കം വളരെ പ്രധാനമാണ്. ഈ ഗോപികമാരെ അച്ചടക്കം തിരുത്തുന്ന വളരെ പ്രയാസമാണ്. ഭഗവാൻ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അവർ പോടാന്ന് പറയുന്ന അവസ്ഥയാണ്. അത്രയും സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗോപികമാരെ ഒന്നും നിലയ്ക്ക് ഒരു കാര്യത്തിലും പോകാതെ ഭഗവാൻ എന്തു പറയുന്നോ അത് അക്ഷരം പ്രതി കേട്ടിരിക്കുന്ന അവസ്ഥ എത്തിക്കണം. ഇതാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. ഇതിന് ഭഗവാൻ ഒരു ക്ലാസ് റൂം ഒരുക്കാൻ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? പ്രകൃതിയിൽ തന്നെ ഇതിനൊരു ക്ലാസ് റൂം ഒരുക്കാൻ തീരുമാനിച്ചു. പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. ആര്? കൃഷ്ണൻ. അധ്യാപകനാവാൻ റെഡിയായി. അപ്പോൾ പിന്നെ ഈ സ്റ്റുഡൻസ് വേണമല്ലോ. സ്റ്റുഡൻസ് ഉണ്ട്. ആരാ? ഗോപികമാർ. പക്ഷേ ഒരു ഗുണമില്ല, അച്ചടക്കം എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോൾ അതുണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഒരു പ്രയത്നം, പരിശീലനം നടത്തണം. എന്ത് ചെയ്തു? ഇവിടെ ഗോപികമാരെല്ലാവരും കൂടി കാർത്യായനി പൂജ എന്ന ഒരു പൂജ നടത്തി. ദീർഘമായ പൂജയാണ്. കാർത്യായനി എന്ന് പറയുന്ന ദേവത യശോദയ്ക്ക് മകളായി പറയുന്ന കംസന്റെ കൈകളിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്ന ഭഗവതിയാണ് കാർത്യായനി. കൃഷ്ണ സഹോദരിയാണ് ആ അർത്ഥത്തിൽ. കാര്യം കൃഷ്ണന് പകരമായി വന്നതാണല്ലോ. അപ്പൊ കൃഷ്ണ സഹോദരിയായി ഉയർന്ന ആ ദേവതയെ പൂജിച്ചത് കാർത്യായനി പൂജ എന്ന പൂജ നടത്തി. അങ്ങനെ കാർത്യായനി പൂജ നടത്തുന്ന വേളയിൽ ആ പൂജ കഴിഞ്ഞ് വ്രതാനുഷ്ഠാനമൊക്കെ എടുത്ത് ആ പൂജ കഴിഞ്ഞിട്ട് ഈ ഗോപികമാരെല്ലാവരും കൂടി വന്ന ഇവർ നദിയിൽ സ്നാനം ചെയ്യാൻ വന്നു. അപ്പം ഈ വ്രതം 1 മാസക്കാലത്തുണ്ട്. 1 മാസത്തെ വ്രതം തീർന്നപ്പോൾ പാരണയൊക്കെ വീട്ടിൽ വ്രതം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു നദിയിലൊക്കെ വന്നു. കാര്യം വ്രതാനുഷ്ഠാന കാലത്ത് വലിയ കളിയും ചിരിയും ഒന്നുമില്ല, എല്ലാം ഒരു ഈശ്വര ചിന്തയിലാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു രസം, ഒരു ആനന്ദം എന്ന നിലയിൽ നദിയിൽ വന്നൊന്ന് മുങ്ങിക്കുളിച്ച് അവിടെ നിന്ന് ഉല്ലസിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞവരെല്ലാവരും കൂടെ നദീതീരത്തിലേക്ക് വന്നു. ഈ നദിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഉടുവസ്ത്രം പൂർണ്ണമായും അഴിച്ചെത്തി ചെയ്തു കരയിലേക്ക് വെച്ചു. ഒരു നൂലില പോലും ഇല്ലാതെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് പൂർണ്ണനഗ്നരായി ഇവർ ജലാശയത്തിലേക്ക് ഇറങ്ങി. കാരണം ഇവിടെ ഉള്ളതെല്ലാം സ്ത്രീജനങ്ങളാണ്. എല്ലാവരും ഒരേ ഭാവത്തിലുള്ളവരായതുകൊണ്ട് ലജ്ജയും നാണവും. കാരണം നമ്മളെപ്പോഴാണ് ലജ്ജിക്കുന്നത്? മറുഭാഗത്ത് അല്ലേ? സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും അങ്ങനെ ഒരു ഭാവത്തിലേക്ക് വരും. ഇത് ആ ഒരു ഭാവം അവിടെ ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്തു? നദിയിലേക്ക് ഇറങ്ങി നീന്തി തുടിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ സമയം പോയി. കുളിച്ചും കളിച്ചും ഒക്കെയായി കുറേ സമയം കഴിഞ്ഞു. ഈ സമയം കഴിഞ്ഞപ്പോൾ ഗോപികമാർ പറഞ്ഞു ഒരുപാട് നേരമായി വന്നിട്ട് ഇനി നമ്മൾ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ വീട്ടുകാർ തിരക്കി വരും കാണാതെ. ഈ വ്രതം കഴിഞ്ഞ് നമ്മൾ എത്താത്തത് കൊണ്ട് എല്ലാ ദിവസവും വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി നമ്മൾ വരുന്നതാണ്, അപ്പോൾ തിരിച്ചു ചെല്ലേണ്ട സമയമായല്ലോ എന്ന് പറഞ്ഞ് കരയിലേക്ക് കയറാൻ വേണ്ടി തയ്യാറെടുത്തു. അങ്ങനെ ആദ്യത്തെ ഒരു ഗോപിക ഒരു രൂപത്തിൽ ഇങ്ങനെ പുറകിൽ മുൻപും കുറവായിട്ട് കയറാൻ തുടങ്ങി. ആദ്യത്തെ ഗോപിക കരയിലോട്ട് ഇറങ്ങിയിട്ട് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് എടുത്തൊരു ചാട്ടം ചാടി. അപ്പം മറ്റുള്ളവർ ചോദിച്ചു എന്തു പറ്റി? തുണിയൊന്നും കാണുന്നില്ല. മനസ്സിലായില്ലേ? വീടിൻ്റെ അടുത്തല്ല, വളരെ ദൂരത്തിൽ നദീതടത്തിലാണ്. അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ബഹുദൂരം പിന്നിടണം. അവിടെ നിന്ന് ഉടുവസ്ത്രം ഇല്ലാതെ വരാൻ സാധിക്കുമോ? വരാൻ സാധിക്കില്ല.
ഇനി വസ്ത്രം ഇല്ലെങ്കിൽ രാത്രി ആകട്ടെ ഇരുട്ടത്തെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഇരുട്ടുന്നത് വരെ കാത്തിരിക്കാൻ പറ്റില്ല. നാട്ടുകാർ മുഴുവൻ തിരക്കി വരും. ഓരോ വീട്ടിൽ ആൾക്കാർ തിരക്കി ഓരോരുത്തർ വന്നാൽ മതി, അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കാഴ്ചക്കാർ വരും. ഒരു രക്ഷയും ഇല്ലാത്ത അവസ്ഥയുണ്ടാവും. അങ്ങനെ വന്നപ്പോൾ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഇവരെല്ലാം വെള്ളത്തേക്ക്. എന്താ സംഭവിച്ചത്? അപ്പോൾ ഇവർ പറഞ്ഞു കാറ്റത്തെങ്ങാനും പറന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരൊക്കെ നോക്കി, തലപൊക്കി നോക്കിയപ്പോൾ കാറ്റത്തൊന്നും പറന്നു പോയതായിട്ട് കണ്ടില്ല. എവിടെയെങ്കിലും വെള്ളത്തിൽ തെറിച്ച് വീണിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ചിലരൊക്കെ മുങ്ങാൻ കൂടിയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയി. ഇനി നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അങ്ങനെ വെള്ളത്തിൽ വീണ് താഴ്ന്നു പോയിട്ടുണ്ടെന്ന് അറിയാൻ താഴെയൊക്കെ പോയി നോക്കി, അവിടെയും ഇല്ല. ഇനി എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരാളുടെ വസ്ത്രം ഉണ്ടെങ്കിലും അവരറിയാതെ പ്രാർത്ഥിച്ചു പോയി. ഒരാളെ വസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് വീട്ടിൽ പോയിട്ട് അല്ലേ മറ്റുള്ളവരെ വീട്ടിൽ നിന്നൊക്കെ വസ്ത്രം കളക്ട് ചെയ്ത് കൊണ്ടുകൊടുത്ത് രക്ഷപ്പെടാം. ഒരാളുടെ വസ്ത്രവും ഇല്ല. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞറിയാതെ എന്നുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥയിൽ ഒരു വല്ലാത്ത ടെൻഷനിലേക്ക് ഇവരെത്തപ്പെട്ടു. ആ അവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പം വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുളിക്കുകയാണ്, കുളിമുറിയിലാണൊക്കെ ആണെങ്കിൽ നമുക്ക് വസ്ത്രം ഇല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിനകത്തേക്ക് ഓടിയെങ്കിലും കയറി രക്ഷപ്പെടാം. അതൊന്നും പറ്റാത്തൊരു സാഹചര്യം. റോഡിലൂടെ ഇറങ്ങി ഇത്രയും പേർ കൂടെ വരാൻ സാധിക്കുമോ? അതും പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെല്ലാവരും പെട്ടു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഗോപിയെ ഇങ്ങനെ പലയിടത്തും നോക്കുമ്പോൾ ഒരു ഗോപി പറഞ്ഞു, ദേ കണ്ടില്ലേ ആ വൃക്ഷത്തിൻ്റെ ആ മുകളിലായിട്ട് നമ്മുടെ തുണിയെല്ലാം ഇരിക്കുന്നു. ആ വൃക്ഷത്തിന്റെ മുകളിൽ എന്തുണ്ട്? നമ്മുടെ തുണിയെല്ലാം അവിടെ ഇരിക്കുന്നു. ഇതെങ്ങനെയാണ് അവിടെ എത്തിയെന്ന് ചിന്തിക്കുമ്പോഴാണ് മേളിലൊരു മൈപ്പീലിയുടെ തുമ്പ് കണ്ടു. ഇപ്പൊ കൃഷ്ണന്റെ നിഴല് കണ്ടാൽ പോലും തിരിച്ചു പിടിക്കാറ് ഗോപികമാർ അത്രയും കഴിവുള്ളവരാണ്. ഗോപികമാർ കൃഷ്ണ നീ ഒളിച്ചിരിക്കണ്ട, നീ ആണിത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം നീ ഇനി മറഞ്ഞിരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ തല പൊക്കി. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. പൊക്കി നോക്കി ഒരു ചിരിയൊക്കെ പാസ്സാക്കിയാൽ പറഞ്ഞു, മര്യാദയ്ക്ക് തുണിഞ്ഞു വന്നേക്കണം. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ മര്യാദ ഇല്ലാത്തവനാണ്, നിങ്ങൾക്കിത് ചെയ്തപ്പോഴെങ്കിലും മനസ്സിലായി. മര്യാദയുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഈ പണി? എന്നിട്ടാണോ എന്നോട് മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാൽ? മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി വരും. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറി വന്നിട്ട് എന്ത് ചെയ്യും? തല്ല് തരും. എന്നാൽ പിന്നെ കയറി കരയി വന്നാൽ പോലോ. മരത്തിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നവനെ പിടിക്കണമെങ്കിൽ അവിടെ വരെ കയറണം. മണ്ടയെ വരെ കയറണം. ഒരു തുണിയില്ലാതെ അവിടെ വരെ കയറാൻ പറ്റുമോ? അവിടെ വരെ കയറിക്കൊണ്ട് അടിയും വഴക്കും ഉണ്ടാക്കുന്ന വെള്ളം കേട്ട് നാട്ടുകാർ മുഴുവൻ വീണ്ടും അവിടത്തുള്ള കാഴ്ച അറിയത്തില്ലേ? ഗോപികമാർക്ക് ഒരു നിർവാഹമില്ല, ഭീഷണിപ്പെടുത്തി രക്ഷയില്ല. രണ്ടാമത് പറഞ്ഞ അച്ഛനോട് എന്ന് പറഞ്ഞുകൊടുക്കും ഇല്ലേ? പിന്നെ അതല്ലേ അടുത്ത തത്വം, അച്ഛനോട് എന്ന് പറഞ്ഞു കൊടുക്കും. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ അച്ഛനോട് വേഗം പോയി പറയുക. എന്താ കാരണം? പറഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ശിക്ഷ, എനിക്ക് ശിക്ഷ കിട്ടത്തില്ല. അതെന്താ കാര്യം? ഗോപികമാർ ചോദിച്ചു. അത് അച്ഛൻ നന്ദഗോപര് ആ ഗ്രാമത്തിൻ്റെ രാജാവാണ്. എല്ലാവരും ധർമ്മത്തെ പാലിക്കേണ്ടത്, നിയമത്തെ അനുസരിക്കേണ്ടത് ആരാ നോക്കേണ്ടത്? രാജാവാണ് നോക്കേണ്ടത്. അപ്പം പണ്ട് കാലത്ത്, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിക്കുന്നത് രാജാക്കന്മാരാണ്. ഇപ്പം ആരാണോ നിയമം മറ്റുള്ളവനെ ബോധിപ്പിക്കേണ്ടത് അവരാണ് കട്ടുമുടിക്കുന്നത്. സാധാരണക്കാരൻ മര്യാദാരാവുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പണ്ടങ്ങനെയല്ല. ഭാരതം ഒരു ധർമ്മ സംസ്കാരമുള്ള നാടാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭാരതീയമായ സർവ്വതിനെയും ഇന്നത്തെ ഇത്തരം കട്ടുമുടിക്കുന്നവർ വെറുക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതം എന്ന പേര് പോലും പാടില്ല എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഭാരതം എന്ന പേര് വന്നാലോ ഭാരത സംസ്കാരം നമ്മുടെ തലമുറകൾ പഠിച്ചാലോ ഈ ഇത്തരം കാപട്യമുള്ളവർ ചവിട്ടി തേക്കപ്പെടും, ദൂരേക്ക് മാറി നിൽക്കേണ്ടി വരും. അതിനെ ഭയന്നിട്ടാണ് ഈ ഭാരതീയ സംസ്കാരത്തെ ഇവർ എതിർക്കുന്നത്. നമുക്കറിയാലോ, ഭാരതീയ സംസ്കാരത്തിൻ്റെ എന്ത് പുറത്തോട്ട് വന്നാലും ആദ്യം എതിർക്കും. ഗുരുവിൻ്റെ പാദത്തിൽ നമസ്കരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞ് ഗുരുവിനെ തൊഴുതാൻ പാടില്ല. കുഞ്ഞുങ്ങളെ ആത്മാഭിമാനം ഇല്ലാത്തവരാക്കി തകർക്കലാണ്. എന്ന് ആലോചിച്ച് നോക്കേ. അച്ഛൻ്റെ അമ്മയുടെയും ഗുരുവിൻ്റെയും പാദത്തിൽ നമസ്കരിക്കുന്ന മഹാപുണ്യമായി സങ്കല്പിക്കുന്ന ഒരു വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സ്വഭാവ രൂപീകരണത്തെ എതിർക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ പല കാര്യങ്ങളും, ഒന്നും രണ്ടുമൊന്നുമല്ല. നിങ്ങൾക്കറിയാം, എണ്ണിയാൽ തീരാത്തത്രയും കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അപ്പം ഭാരതീയ ധർമ്മം വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ അച്ഛനോട് എന്ന് പറഞ്ഞാൽ അച്ഛൻ നിയമങ്ങളെ പാലിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ അച്ഛനോട് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനോട് പറയാം, അച്ഛാ ഇവർ നിയമം ലംഘിച്ചു. എന്താ നിയമം ലംഘിച്ചത്? അതായത് സാമൂഹികമായ ചില നിയമങ്ങളുണ്ട് ഇല്ലേ? എന്താ നിയമം? പൊതുസ്ഥലങ്ങളിൽ സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും പൂർണ്ണനഗ്നരായി സ്നാനം ചെയ്യാൻ പാടില്ല. ശരിയല്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും നാളെ മുക്കൂട്ട് തറയിൽ പോയിട്ട് ഒരു തൊട്ടി വെള്ളവും വെച്ച് പൂർണ്ണനഗ്നരായി കുളിക്കാൻ പറ്റുമോ? ആണായാലും പെണ്ണായാലും പറ്റുമോ? പറ്റില്ല. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീ ആയാലും പുരുഷനായാലും പൂർണ്ണനഗ്നരായി സ്നാനം ചെയ്യാൻ പാടില്ല. വിശിഷ്യ ജലാശയങ്ങളിൽ. എന്താ കാരണം? ജലാശയങ്ങളിൽ രാത്രികാലങ്ങളിൽ പിതൃക്കളും പ്രഭാത സമയങ്ങളിൽ ദേവന്മാരും വസിക്കുന്ന പുണ്യസ്ഥലമാണ്, മനസ്സിലല്ലേ? ജലാശയം. ജലാശയങ്ങളെല്ലാം നമുക്ക് ആരാധ്യമാണ് അല്ലേ? ജലാശയങ്ങൾ, നദികളും പർവ്വതങ്ങളും ഒക്കെ നമ്മൾ പൂജിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. അപ്പോൾ ആ നിയമം ആരും ലംഘിച്ചു? ഇവർ ലംഘിച്ചു.
അപ്പോൾ ഇത് കയ്യോടെ പിടിക്കാൻ വേണ്ടി അച്ഛൻ ഞാൻ തുണി എടുത്തുകൊണ്ട് വന്നേ, ഇല്ലെങ്കിൽ ഇവരിവിടെ വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഭൂരിപക്ഷം ഇവരെല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങളിത് ചെയ്തിട്ട് തന്നെ. അപ്പോൾ അച്ഛൻ ചിലപ്പോൾ വിശ്വസിക്കില്ല. അതിന് അച്ഛന് തെളിവ് തരാനാണ് തുണി എടുത്തുകൊണ്ട് വന്നത് ഞാൻ അച്ഛനോട് പറയും. അപ്പോൾ അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യും, നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. എത്ര തന്ത്രമാണെന്ന് ആലോചിച്ചോക്കെ. എന്താ കാരണം വളരെ കൊച്ചു കുഞ്ഞാണ്. നിഷ്കളങ്കതയോടെ ഞാനങ്ങ് പറയും, അച്ഛാ ഇവരെ കയ്യോടെ പിടിക്കാൻ കളവ് പിടിക്കാൻ വേണ്ടി ഞാൻ തുണി എടുത്തുകൊണ്ട് വന്നാൽ ഞാനിവരെ ദേഹത്തോട്ട് പോലും നോക്കിയിട്ടേ ഇല്ല. ഇത്രയും പറഞ്ഞാൽ പോയി. അപ്പം ഗോപികമാർക്ക് മനസ്സിലായി ഇത് രക്ഷയില്ല. ഗോപികമാർ വീണ്ടും നമ്പർ മാറ്റാൻ തുടങ്ങി. നമ്പർ മാറ്റുന്ന രീതി ഉണ്ടല്ലോ. ഗോപികമാർ ആദ്യം വിരട്ടി നോക്കി, പിന്നീട് അച്ഛനോട് പറഞ്ഞു അത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കൃഷ്ണ ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ തരണം. കൃഷ്ണൻ മേളിൽ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, നിങ്ങളല്ലേ എന്നെ വിടാതെ പിടിച്ചിരിക്കുന്നത്. നിങ്ങളോട് എനിക്ക് വലിയ സ്നേഹമൊന്നും ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹിക്കാനുള്ള യോഗ്യതയൊന്നും ആർക്കില്ല, നിങ്ങൾക്കില്ല. ഭഗവാൻ അവിടെ മാനസികമായിട്ട് തളർത്താൻ നോക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗോപികമാർ പറഞ്ഞു, കൃഷ്ണ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ തരാം, വെണ്ണയും പാലും ഒക്കെ തരാമെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ഇതൊന്നും ഇന്നുവരെ നിങ്ങൾ തന്നിട്ടില്ലല്ലോ. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, മറച്ചു വെക്കാൻ ശ്രമിച്ച് ഞാൻ പോയി എടുത്തിട്ടേ ഉള്ളൂ. നാളെയും ഞാൻ ആ പണി ചെയ്തോളാം, തരണമെന്ന് നിർബന്ധമില്ല. ഇവർക്ക് ഒരു രക്ഷയില്ലാതെ ഗോപികമാർ വീണ്ടും അടുത്തതിരിക്കുന്നു. കൃഷ്ണ ഞങ്ങൾ ചക്കര ഉമ്മ തരാമെന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയെ പേടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം എന്താ, ഒരാളെങ്ങാനും വല്ലപ്പോഴും ഒരു ഉമ്മ വന്നാൽ ഉമ്മയ്ക്കൊരു മധുരമുണ്ട്. ഇത് കാണുമ്പോൾ നാട്ടിലുള്ള എല്ലാവരും ഓട്ടിച്ചിട്ട് പിടിച്ച് ഉമ്മ വന്നാൽ ഉമ്മയ്ക്ക് വല്ല വിലയുണ്ടോ? പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വിഷമം വരണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ തരുന്നതൊക്കെ ഞാൻ നിന്ന് ഏറ്റെടുക്കുന്നതാണ്. നിങ്ങൾക്കൊരു സന്തോഷത്തിനല്ല, എനിക്കിതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഒരു കാമനകളും ആരും സ്പർശിക്കുന്നില്ല. മനസ്സിലായില്ലേ? അത് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ തമാശന് വേണം പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. കാര്യം കാമനകൾക്ക് അടിമപ്പെടുന്നവനല്ല ഭഗവാൻ. മനസ്സിലായില്ലേ? നമ്മളൊക്കെ കാമനകൾക്ക് അടിമപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ സ്പർശന സുഖം, ചുംബന സുഖമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സുഖം കൂടി വന്നിട്ടാണ് ചിലർ തലതിരിഞ്ഞ് ചുംബന സമരം നടത്താമെന്നൊക്കെ പറഞ്ഞ് റോഡിലൊക്കെ പോയി, മനസ്സിലായില്ലേ, ഞങ്ങൾ വഴി കണ്ടെടുത്ത് ചുംബിക്കും, വഴി കണ്ടെടുത്ത് കിടന്നുറങ്ങും, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞ് ചില വൃത്തികേടുകളൊക്കെ കാണിക്കുന്നവരുടെ എണ്ണമൊക്കെ കൂടി വന്നത് എന്തുകൊണ്ടാണ്? കാമനകൾക്ക് അടിമപ്പെടുന്നവരിൽ എന്തുണ്ടാവില്ല? പരിപൂർണമായും കാമനകൾക്ക് വേണ്ടി, അത് വേണ്ടെന്നല്ല, വേണം, അതിന് വേണ്ട സാഹചര്യങ്ങളും അതിന് വേണ്ട രീതികളും ഒക്കെ ഉണ്ട് ഇല്ലേ? അതിന് അപ്പുറത്തേക്ക് കടന്ന് വഴിനീളെ കടന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനും പരസ്യമായി ഇതൊക്കെ ഒരു എന്തൊക്കെയോ പുതിയ കാര്യമാണെന്നൊക്കെ കാട്ടിൽ കടന്ന് പോകുന്നവരൊക്കെ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ സംസ്കാരവും ജീവിതത്തിൻ്റെ പൊരുളും നഷ്ടപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഇത്തരക്കാരെയാണ് പലപ്പോഴും ദുർജനങ്ങൾ കൂട്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ശബരിമല അയ്യപ്പൻ്റെ മുമ്പിലേക്കൊക്കെ കൊല പഴിപ്പിക്കാൻ കയറ്റുന്നത് കണക്ക് നവോത്ഥാനം നടത്താൻ കൊണ്ടുപോകുന്നവരുടെയൊക്കെ അവസ്ഥ നമുക്കറിയാമല്ലോ. സ്വന്തം മകൻ്റെ മുന്നിൽ മാരണം കാട്ടിക്കിടന്നു കൊടുത്ത് അവിടെ ചിത്രം വരപ്പിച്ച് പോലും ഫേമസ് ആവാൻ ശ്രമിച്ചിട്ടുള്ള അത്തരം നെറികെട്ട ജീവിതത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായികമാരാവാൻ കൊണ്ടുവന്ന് കൊല പഴിപ്പിക്കുന്നതൊക്കെ ചാക്കി കയറ്റിയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ പേക്കൂട്ടും. അതൊക്കെ ഈശ്വരൻ കൊടുക്കുന്ന മറുപടി ഇപ്പോൾ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ. മനസ്സിലായില്ലേ? ഭഗവാന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പണ്ടൊക്കെ പിന്നീടായിരുന്നു, അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മത്തിലാണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എല്ലാം സ്പീഡിലാണ്. അങ്ങോട്ടൊരു മെസ്സേജ് പോയാൽ ഇങ്ങോട്ട് വരുന്നതൊക്കെ അപ്പോഴപ്പോഴേ ഭഗവാൻ ഇപ്പോൾ കടം കൊടുക്കുന്ന പരിപാടിയല്ല, അന്നേരെ കൊടുക്കുകയാണ്. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ല, ഈ കാലത്ത് മാത്രമല്ല. പണ്ട് കേരളത്തിൽ ഒരാൾ ദൈവം കാലുമാറി ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഭഗവാൻ കാലുമാറി ഒരു നാടകം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. കേരളത്തിലെ എല്ലാ അമ്പലപ്പറമ്പുകളിലും ഹിന്ദുവിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി ഈ നാടകം ബോധപൂർവ്വം, നമുക്ക് പിന്നെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന പരിപാടി വരെ വെച്ചാൽ നമ്മൾ ഉത്സവം നടത്തുന്നത്. ഗാനമേള, മിമിക്സ് പരേഡ്, അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പോലും, സഹോദരനും സഹോദരിയും കേൾക്കാൻ പോലും കൊള്ളാത്ത ആഭാസവും വൃത്തികേടും ഭഗവാന്റെ പേര് പറഞ്ഞ് നടത്തും. ശരിയല്ലേ? മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നമുക്ക് പറ്റിയൊരു അപജയം. മറ്റൊരു വിഭാഗങ്ങളിലും അവരുടെ ഈശ്വര സംസ്കാരത്തിന് വിരുദ്ധമായതൊന്നും അവർ നടത്താറുണ്ടോ? നമുക്ക് മാത്രം എല്ലാത്തിനും ഒരു അവകാശ സ്വാതന്ത്ര്യമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഒരു കൂത്തരങ്ങായി മാറി. ഈശ്വര ചിന്തകളെ വർദ്ധിപ്പിക്കാനാണ് ക്ഷേത്രം. ക്ഷയാൽ ത്രായതേ ഇത് ക്ഷേത്രം. നാശത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ധർമ്മബോധത്തെ പകരുന്ന ധാർമ്മിക കാര്യങ്ങൾ പകരാനാണ് ക്ഷേത്രം. അവിടെ ഭഗവാന്റെ പേരിൽ നടത്തുന്ന ഒരാഘോഷങ്ങളും, ചിലർ പറയുന്നത് സ്റ്റേജിലല്ലേ, പുറത്ത് മൈതാനം, അതെല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ. ഭഗവാന്റെ പേരിലുള്ള ഒരാഘോഷങ്ങളും ഇത്തരത്തിൽ സംസ്കാര വിരുദ്ധമുള്ളതാവരുത്. അതിന് പല ക്ലബ്ബുകളോ ഓണാഘോഷ പരിപാടികളോ, മനസ്സിലായില്ലേ, അതിനൊക്കെ അങ്ങനെ വേണം, ഭഗവാനുമായി ബന്ധപ്പെടുത്തിയാവരുത്. ഈ മിമിക്സ് പരേഡ് നടത്തി കഴിയുന്ന ആളിൻ്റെ പേര് അമ്പലക്കാർ വിളിച്ചു പറയുന്നത് എങ്ങനെയാണ്? ഭഗവാന് വേണ്ടി തിരുവുത്സവത്തോടനുബന്ധിച്ച് മിമിക്സ് പരേഡ് ഭഗവാന് വഴിപാടായി സമർപ്പിച്ചത്. ഇത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഈ വൃത്തികേട് മുഴുവൻ കേൾക്കാനാണ് നമ്മുടെ ഭഗവാൻ അവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ശരിയല്ലേ?
നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ ഈ സംസ്കാരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിലേക്കാണ്. അങ്ങനെ നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് വഴിമാറിപ്പോകുന്നുണ്ട്. അപകടകരമായ അവസ്ഥ ഏറ്റവും കൂടുതലുള്ളത് നമ്മളിലേക്കാണ്. ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഒരു വലിയ IPS ഉദ്യോഗസ്ഥനുണ്ട്, ഡോക്ടർ സിബി മാത്യൂസ് എന്ന് പറയപ്പെടുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത സമയത്ത് അദ്ദേഹം പഠിച്ച പ്രബന്ധം അവതരിപ്പിച്ച, യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി PhD എടുക്കാൻ വേണ്ടി ഒരു പ്രബന്ധം അവതരിപ്പിക്കണം, ഒരു പഠന റിപ്പോർട്ട്. അദ്ദേഹം റിസർച്ച് ചെയ്ത പഠന റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ സാമൂഹിക സ്ഥിതിയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹം അതിനെ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരിലാണ് മലയാളി ഇങ്ങനെയും മരിക്കണമോ. മലയാളി എത്തി നിൽക്കുന്ന അപകടകരമായ വൈകൃതങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ച ആളാണ്, മനസ്സിലായില്ലേ? അദ്ദേഹം ആ പുസ്തകം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനകത്ത് ഒരു അധ്യായം അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ്. അതിൽ 1 മദ്യപാനം, 2 വിവാഹമോചനം, 3 ആത്മഹത്യ. ഇതിൽ കേരളത്തിൻ്റെ ഒരു 15 വർഷത്തെ ശരാശരി എടുത്ത് അദ്ദേഹം ഒരു അധ്യായത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിനൊരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വർഷവും എത്ര പേരാണ് ആത്മഹത്യ ചെയ്തത്. അതിലൊരു രസകരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോഴും, മനസ്സിലായില്ലേ? അദ്ദേഹം അതിനെ കോളം തിരിച്ചിട്ട് ഈ കേരളത്തിലെ പ്രബലമായ 3 സമുദായങ്ങളുടെ സംഖ്യ പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. ഹിന്ദു എത്ര ആത്മഹത്യ ചെയ്യുന്നത് ഒരു വർഷം, മുസ്ലിം എത്ര, ക്രിസ്ത്യാനി എത്ര, എന്നിട്ട് ടോട്ടൽ എത്ര, മനസ്സിലായില്ലേ? ഇങ്ങനെ 15 വർഷത്തെ കണക്ക്. അതുപോലെ വിവാഹമോചനത്തിൻ്റെ റിക്കാർഡിക്കലായിട്ടുള്ള കണക്ക് എടുത്തിട്ട് അതിൽ ഹിന്ദു എത്ര, അതിൽ ക്രിസ്ത്യാനി എത്ര, അതിൽ മുസ്ലിം എത്ര. അത് കഴിഞ്ഞ് മദ്യപാനത്തിൻ്റെ അതിനെ എണ്ണി തീർക്കാൻ പാടാം അല്ലേ? എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ലക്ഷം പിന്നാലെ എന്ന് പറയുന്ന അപ്പൂപ്പൻ്റെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും കൊച്ചുമോ മരിയുടെ പുറകെ വരുന്നത്, മനസ്സിലായോ? പാരമ്പര്യമായി ചിലവർത്തിൻ്റെ പാരമ്പര്യ രോഗമാണ്. അതുപോലെയാണ് മദ്യപാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എണ്ണാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഒരു ശരാശരി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഓരോ വർഷത്തിൻ്റെയും ശരാശരി ഇത്ര ശതമാനമാണ്. ആ ശരാശരിയിലെ ഹിന്ദു എത്ര, ക്രിസ്ത്യാനി എത്ര. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇതിനെ 3നെയും വിലയിരുത്തുന്നുണ്ട്. അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം, ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളും ഹിന്ദുവിൻ്റെ ആ ഒരു ഒരുമിച്ച് കൂടലിലൊക്കെ നിൽക്കുന്ന ഹിന്ദു സമൂഹം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കണക്കാണ്. ആ കണക്കിൽ അദ്ദേഹം പറയുന്നത് ഈ വിവാഹമോചനത്തിലേക്ക് പോകുന്നതിൽ ഏതാണ്ട് 73% ഹിന്ദുക്കളാണ്, മനസ്സിലായില്ലേ? 73% വിവാഹമോചനത്തിലേക്ക് കുടുംബം തകർന്നു പോകുന്ന അവസ്ഥയിലെത്തുന്നത് ഹിന്ദുക്കളാണ്. ബാക്കി അതിനകത്തൊരു 27% ഉള്ളൂ മറ്റു 2 വിഭാഗങ്ങൾ. വളരെ കുറവാണ്, 2 പേരും കൂടെ ചേർന്നാൽ. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്തത് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുന്നവരിൽ 86% ഹിന്ദുക്കളാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നാളെ മുതലുള്ള പത്രം എടുത്ത് നിങ്ങൾ ഒരു മാസം ആത്മഹത്യ ചെയ്യുന്നവരെ റിക്കാർഡ് എഴുതിയത് പത്രങ്ങളിൽ കൂടെ തന്നെ കിട്ടുന്നത്, മനസ്സിലായില്ലേ? ആത്മഹത്യ ചെയ്യുന്നതിൽ 86% ഹിന്ദുക്കളാണ്. ബാക്കി 14% മറ്റുള്ളവർ, 2 കൂട്ടരും കൂടെ ചേർന്നാൽ. അത് കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ ആസക്തി, മദ്യപാനവും ലഹരിയിലേക്ക് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് 82% ഹിന്ദുക്കളാണ്. 18% മറ്റുള്ളവർ അമിത മദ്യപാനികളായിട്ട് മാറുന്നത്, മനസ്സിലായില്ലേ? 82% സ്വന്തം ജീവിതത്തെ തുലയ്ക്കുന്ന മദ്യപാനികളാരാ? ഹിന്ദുക്കളാണ്. എന്നിട്ട് അദ്ദേഹത്തിനൊരു മറുപടി പറയുന്നതാണ് ഏറ്റവും വലിയ രസം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് മറുപടി പറയുന്നത് മറ്റ് 2 മതവിഭാഗത്തിനും അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വ്യവസ്ഥയനുസരിച്ച് അവരുടെ സംസ്കാരത്തെയും സ്വഭാവത്തെയും രൂപപ്പെടുത്താനുള്ള പഠനങ്ങളുണ്ട്, മനസ്സിലായില്ലേ? മദ്രസ പഠനമായിട്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും നടക്കുന്ന അവരുടെ ഗ്രന്ഥത്തിൻ്റെ പഠനമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സൺഡേ ക്ലാസ് ആയിട്ട് ബൈബിള് പഠനമുണ്ട്, അല്ലേ? ഇത് 2 ഉണ്ട്. പക്ഷേ ഹിന്ദുവിന്, മനസ്സിലായില്ലേ, ഇത്രയധികം ഗ്രന്ഥങ്ങളും ഇത്രയധികം അറിവ്. മറ്റുള്ളവർക്കൊക്കെ ഒരു പുസ്തകമേ ഉള്ളൂ. നമുക്ക് എത്രയധികം പുസ്തകങ്ങൾ, എത്ര സിലബസ് നമുക്ക് പഠിക്കാം. എല്ലാം ഇതിനകത്തുണ്ട്. ബയോളജിയും ടെക്നോളജിയും എല്ലാം ഇതിനകത്തുണ്ട്. നമ്മൾ സംശയിക്കൊന്നും വേണ്ട. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഈ ബോട്ടണി എന്ന് പറയുന്ന ഒരു വിഭാഗം ആരംഭിച്ചിട്ട് കേവലം 140 വർഷമായിട്ടുള്ളൂ. ബോട്ടണി എന്ന് പറയുന്ന വിഭാഗം എന്താ? ഈ സസ്യജാലങ്ങളുടെ ഗുണത്തെ പഠിക്കുന്ന വിഭാഗമാണ്, മനസ്സിലായില്ലേ? ഈ വിഭാഗം 140 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഭാരതത്തിൽ ആയുർവേദമോ ചരകസംഹിത എഴുതപ്പെട്ട കാലവേദ ആയിരക്കണക്കിന് വർഷം മുമ്പാണ്.
അന്ന് അതിനകത്ത് കുറുന്തോട്ടിയുടെ രസം ഇന്നതെന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൃത്യമാണ്. ബോട്ടണിയിലുള്ളവൻ ലാബിൽ കൊണ്ട് പരിശോധിക്കുമ്പോൾ ഇത് തന്നെയാണുള്ളത്. കയ്യോന്നിയും കുറുന്തോട്ടിയും കീഴാർനെല്ലിയും ഇല്ലേ, ആര്യവേപ്പും കൂവളവും തുളസിയും, ഇതൊക്കെ ഓരോ സസ്യങ്ങളുടെയും ഔഷധങ്ങളെ കൃത്യമാക്കി നമ്മുടെ പൂർവികര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ലാബിലാണ് ഇവർ പരിശോധന നടത്തിയത്? സൂര്യചന്ദ്രന്മാരുടെ അയനം നമുക്കറിയാം. ഉത്തരായന ദക്ഷിണായനങ്ങളിൽ പോകുമ്പോൾ മകരസംക്രമവും കർക്കിടക സംക്രമവും ഒക്കെ വളരെ കൃത്യമായി നമ്മുടെ പൂർവികന്മാർ ഗ്രഹങ്ങളെക്കുറിച്ചും ഗാലക്സിയുടെ വർണ്ണനകളൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? സർവ്വ ടെക്നോളജിയുടെയും മൂല കാരണം നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ പറയുകയാണ് ഇതൊക്കെ വേറെ പലരുടെയും അറിവാണ്. നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഈ അറിവിനെയാണ് ലോകം എടുത്തുകൊണ്ട് പോയി അവരത് വികസിപ്പിച്ച് നമ്മുടെ മുമ്പിൽ തന്നു. മനസ്സിലായില്ലേ? നമ്മുടെ പ്രോഡക്റ്റ് എടുത്ത് അവർ കൊണ്ടുപോയി അവർ പാപ്പം ഉണ്ടാക്കി തന്നപ്പോൾ നമ്മൾ ഹായ് എന്ന് പറഞ്ഞ് പോയി മേടിച്ച് കഴിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ അവിടെയാണ് ഈ സി.വി. മാത്യൂസ് പറയുന്നത്, ഈ 3 തരത്തിലുള്ള വിഷയത്തിലും ഹിന്ദു നേരിടുന്ന ആപത്തിൻ്റെ കാരണം ഹിന്ദുവിന് ധാർമ്മിക പഠനമില്ല. മനസ്സിലായില്ലേ? ഒരർത്ഥത്തിൽ ഇതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇവിടുത്തെ ഈ യജ്ഞത്തിൻ്റെ ഉദ്ഘാടനത്തിൽ നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള അല്ലേ സാജൻ സക്രിയ നിങ്ങളുടെ മുന്നിൽ തന്നെ പറഞ്ഞത്, ഞങ്ങൾക്ക് ബൈബിളുണ്ട്. എൻ്റെ അടുത്തിരുന്നപ്പോൾ അത് എന്നോടും ചോദിച്ചതാണ്. ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്, മറ്റുള്ളവർക്ക് മദ്രസയിൽ ഖുർആൻ പറഞ്ഞുകൊണ്ട്. എന്തേ ഹിന്ദുവിന് ധാർമ്മിക വിദ്യാഭ്യാസം ഇല്ല? കാരണം എന്താ? അച്ഛനമ്മമാർക്ക് ഇതെൻ്റെ കുഞ്ഞ് പഠിക്കേണ്ടതാണെന്നുള്ള ബോധമില്ല. ചില അച്ഛനമ്മമാരുടെ ധാരണ ഇത് കുഞ്ഞ് പഠിക്കുന്ന ഇത് സന്യാസത്തിനൊന്നുമല്ല. നമ്മൾ ഭാഗവതത്തിലെ പല കഥകളും പറഞ്ഞ് നമുക്ക് മനസ്സിലായിട്ടില്ലേ? ഒരു ശരിയായ ജീവിതത്തിലേക്ക് എത്താനാണ്. വളരെ കൃത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇവിടെ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഭഗവാൻ അവിടെ കൃത്യമായ തരത്തിൽ ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവർ അവസാനം എന്ത് ചെയ്തു? ഭഗവാന് മുമ്പിൽ സറണ്ടർ ചെയ്തു. ഭഗവാനെ എന്നാൽ പിന്നെ ഞങ്ങൾ പറഞ്ഞൊന്നും നീ കേൾക്കുന്നില്ല, എന്നാൽ നീ പറയും. ഞങ്ങൾ എന്തായാലും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരയ്ക്ക് കയറണം, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. ഞങ്ങൾ കയറാതെ നിന്ന നാട്ടുകാർ തിരക്കി വരും അല്ലേ? ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ അപമാനമായി മാറും. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് നീ പറയും. ഇനി നീ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാം. ഭഗവാൻ ചോദിച്ചു, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുമോ? ഇന്ന് വരെ ഇല്ലാത്ത ഗുണം ഗോപികമാർക്കുണ്ടായത്. ആ പ്രതിസന്ധി കിടക്കുക, രക്ഷപ്പെടാൻ ഇനി ഭഗവാൻ പറഞ്ഞ് കേട്ടേ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. ശ്രദ്ധയോടെ കേൾക്കും. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യുമോ? എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? ഞങ്ങളെല്ലാവരും ചെയ്യും എന്ന് ഓരോ ഗോപികമാരും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഭഗവാന് മനസ്സിലായി അച്ചടക്കമുള്ള സ്റ്റുഡൻസായി. ഭഗവാൻ എന്ത് പറഞ്ഞാലും ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരായി മാറി. അപ്പോൾ അച്ചടക്കമുള്ള സ്റ്റുഡൻസ് ആയപ്പോൾ ഭഗവാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. എന്താ ക്ലാസ്? ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ കരയിലേക്ക് കയറാൻ പറഞ്ഞു. ആദ്യത്തെ വാക്ക് ഗോപികമാൻ പറഞ്ഞു, ഭഗവാനെ അതല്ലേ ബുദ്ധിമുട്ട്, നിങ്ങളല്ലേ പറഞ്ഞത് എന്ത് പറഞ്ഞാലും കേൾക്കും, എന്നാലും ഞങ്ങൾ ഈ നഗ്നമീനിയുമായി എങ്ങനെ കയറും? മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അത് ഞങ്ങളൊരു വ്രതം കഴിഞ്ഞ് സ്നാനത്തിന് വന്നു. എന്ത് വ്രതം? അത് കാർത്യായനി പൂജ. എന്തിനാ വേണ്ടിയിട്ടാണ് നിങ്ങൾ പൂജ എടുത്തത്? ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എല്ലാവർക്കും ഒരാഗ്രഹം. അങ്ങനെ സാധാരണ സംഭവിക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും ഒരു പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ എല്ലാവരുടെ ആഗ്രഹം ഒന്നായിരിക്കും. ആണോ? 10 പേരുണ്ടെങ്കിൽ 10 ആഗ്രഹമായിരിക്കും ഇല്ലേ? പക്ഷേ ഇവിടെ ഗോപികമാർ പറഞ്ഞത് എല്ലാവർക്കും ഒരാഗ്രഹം. അതൊരു അത്ഭുതമാണ്. നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞ ഒരു സാമൂഹിക ഭാവം. എല്ലാവർക്കും ഒരാഗ്രഹം. ഭഗവാൻ ചോദിച്ചു, എന്താ ഈ ആഗ്രഹം? അത് ഭഗവാനെ പറയാൻ ഇച്ചിരി അങ്ങനല്ല പറയാൻ, നിങ്ങളാണ് എനിക്ക് വാക്കുന്നത്, അപ്പോൾ പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഈ ഗോപികമാർ പറഞ്ഞു, ഭഗവാൻ നിന്നെ ഞങ്ങൾക്ക് ഭർത്താവായി ലഭിക്കണം, വരനായി ലഭിക്കണം, പതിയായി. ഭർത്താവ് രക്ഷാർത്ഥാവ്, മനസ്സിലായി, രക്ഷിതാവായി നിന്നെ ഞങ്ങൾക്ക് നാഥനായി ലഭിക്കണം. ഇതാണ് ഭഗവാൻ ചോദിച്ചു. അങ്ങനെയാണോ? അതെ, എല്ലാവർക്കും ഈ ആഗ്രഹമാണ്. അതെ, ഈ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യും. ഭഗവാൻ വീണ്ടും പഴയ പരിപാടി തുടങ്ങി. കരയ്ക്ക് കയറിയതാ ഭഗവാനെ അത് ബുദ്ധിമുട്ടാണ്. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ പതിയായി ലഭിക്കണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഭർത്താവിന് മുന്നിൽ ഭാര്യയ്ക്ക് നഗ്നതാബോധത്തിൻ്റെ ലജ്ജ വേണ്ടി വരുമോ? വേണോ? വേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പതിയായി ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഭൗതികമായ ഘടന ഭഗവാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ നഗ്നതാബോധം എന്നുള്ളൊരു നാണക്കേടുണ്ടെങ്കിൽ കയറി വരും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാനെ അതെങ്ങനെയാ? അന്ന് ആ അർത്ഥത്തിലല്ല എന്ന് തെളിയിക്കാനാണ്. മനസ്സിലായില്ലേ? രണ്ടാമത് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്കെന്നെ നേടണം. നേടണം. നിങ്ങൾക്കെന്നെ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വിവസ്ത്രരായി തന്നെ ഇതിലേക്ക് വരണം. മനസ്സിലായില്ലേ? അതിന് വിട്ടുവീഴ്ചയില്ല. നിങ്ങളെല്ലാവരും വിവസ്ത്രരായി തന്നെ വരണം. ഗോപികമാര് അപ്പോൾ ഗോപിക ഒരു പരീക്ഷണത്തിന് തയ്യാറെടുത്ത്, കാര്യം സമയം പോകുന്നു അല്ലേ? എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണം, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണം,
നാട്ടുകാരെല്ലാം കൂടി ഇവിടെ വരുന്നതിനേക്കാൾ നല്ലതിനെ ഒരുത്തന്നെ മുമ്പിലോട്ട് കയറി ചെല്ലുന്നതെന്ന് വിചാരിച്ച് കൈകൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് കയറി. ഭഗവാൻ പറഞ്ഞ ആ കളി പറ്റില്ല, 2 കൈയും തലയ്ക്കും മേളിൽ കൂപ്പി പിടിച്ചുകൊണ്ട് കയറി വരണം. സൂപ്പർ പരിപാടിയാണ് കൊടുക്കുന്നത്. 2 കൈയും തലയ്ക്കും മുകളിൽ കൂപ്പി പിടിച്ചു. എന്താ കാരണം? ജലദേവതമാരെ ഞങ്ങൾ അപമാനിച്ചു. സൂര്യനാണ് ജലദേവതമാരുടെ നാഥനായി നിൽക്കുന്നത്. ആ സൂര്യഭഗവാനോട് ക്ഷമാപണം നടത്തണം. അതാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. മനസ്സിലായില്ലേ? നടത്തിക്കൊണ്ട് വേണം നിങ്ങൾ കയറി വരാനെന്ന് പറഞ്ഞു. ഗോപികമാർ പറഞ്ഞു ഭഗവാനെ അത് പറ്റില്ല. ഭഗവാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ നേടണം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ. അതേ ഭഗവാനെ, ഞങ്ങൾ ജനിച്ചതും ജീവിച്ചതും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? യെസ് ഭഗവാനെ, നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭർത്താവിനെയും മക്കളെ വേണമെന്ന് ഞങ്ങൾ ഉപേക്ഷിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രയും ഉപേക്ഷിച്ചാൽ പോരാ, എന്നെ നേടണമെങ്കിൽ നിങ്ങൾ പരിപൂർണമായ വസ്ത്രങ്ങളെ ഉപേക്ഷിക്കുന്നവരായി മാറണം. അതുകൊണ്ട് വിവസ്ത്രരായി മാത്രമേ നിങ്ങൾ എന്നിലേക്ക് വരാവൂ. മനസ്സിലായില്ലേ? എങ്കിലേ നിങ്ങൾക്ക് എന്നെ നേടാൻ പറ്റൂ. ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാൽ, നമുക്കും ഭഗവാൻ നേടണമെങ്കിലും നമ്മളും ഭഗവാന്റെ അടുത്തേക്ക് വിവസ്ത്രരായി കടന്നു ചെല്ലണം. നാളെ അതുകൊണ്ട് ആരും ഭാഗ്യപരീക്ഷണം നടത്തി കളയണം. യജ്ഞാചാര്യൻ പറഞ്ഞതുകൊണ്ടൊരു ഘോഷയാത്ര ആ അർത്ഥത്തിലല്ല. ഇവിടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ആഭരണമല്ലേ? വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ആഭരണമാണ്, മറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് വസ്ത്രം, അല്ലേ? ശരിയല്ലേ? വസ്ത്രം എന്ന് പറഞ്ഞാൽ ആഭരണമല്ല, ആഭരണമാണ്, മറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് വസ്ത്രം. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ആ ഈശ്വരനെ മറയ്ക്കുന്ന 5 ആഭരണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. മനസ്സിലായില്ലേ? ആ ജ്ഞാനം പഠിപ്പിക്കാനാണ് ഭഗവാൻ ബാഹ്യമായ വസ്ത്രത്തെ എടുത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തത്. കാരണം ഇവരെ ഇരുത്തണമെങ്കിൽ, ഇവരെ അവിടെ പഠിപ്പിക്കാൻ ഇരുത്തണമെങ്കിൽ, അവരെ നിർബന്ധിച്ച് ഇരുത്തണമെങ്കിൽ ഒരു സാഹചര്യം വേണമെന്ന് മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു പ്രതിസന്ധി ഉണ്ടാക്കിയെടുത്തിട്ട് ഭഗവാൻ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങളുടെ ഈ ശരീരഭാവത്തിലുള്ള 5 ആഭരണങ്ങൾ എന്ത് ചെയ്യണം? അഴിച്ചു കളയണം. ഈ 5 ആഭരണങ്ങൾ നിങ്ങൾ മുക്തനാണ്. അതിൻ്റെ അർത്ഥം ദേഹാഭിമാനബോധം കളയണം. മനസ്സിലായില്ലേ? അതാ ഭഗവാൻ ചോദിച്ചത്, എന്നെ പ്രാപിക്കാൻ വേണ്ടി എന്ത് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ എന്ത് ഉപേക്ഷിക്കുക? ദേഹാഭിമാനം, ഞാനെന്ന ഭാവം ഉപേക്ഷിക്കണം. ഞാനെന്ന ഭാവം ഉള്ളിടത്തോളം കാലം ആരും കിട്ടില്ല, ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല. അപ്പം ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിച്ചാലേ ഗോപികമാരെ നിങ്ങൾക്ക് എന്നെ നേടാൻ സാധിക്കുള്ളൂ എന്ന് ആത്മബോധത്തിലേക്ക് എത്തുക. മനസ്സിലായില്ലേ? ഞാനെന്ന ഭാവം ആത്മബോധത്തെ മറയ്ക്കുകയും ശരീരബോധത്തിന് വേണ്ടിയിട്ടുള്ള സുഖങ്ങളിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഏതാണ്? ദേഹബോധമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദേഹബോധം കളഞ്ഞാൽ നമുക്ക് ആ ശരീരബോധത്തിൻ്റെ സുഖങ്ങളിൽ നിന്ന് വിട്ടുതൽ നേടി ആ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മാറി കർമ്മ യോഗത്തിലേക്ക് എത്താം. മനസ്സിലായില്ലേ? കർമ്മബന്ധനമുണ്ട്, കർമ്മയോഗവുമുണ്ട്. കർമ്മബന്ധനം എന്ന് പറഞ്ഞാൽ അവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്നത്. കർമ്മം കൊണ്ട് ഈശ്വരനിലേക്ക് കൂടിച്ചേരാം. ഏതാണ് ഈ 5 ആഭരണങ്ങൾ? ഏതൊക്കെയാ? നമ്മൾ അഴിക്കേണ്ട വസ്ത്രങ്ങൾ 5 ഏതൊക്കെയാ? ആ വസ്ത്രങ്ങൾ അഴിക്കാനുള്ള പരിശീലനമാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്. അതാണ് പറഞ്ഞത്, ക്ഷേത്രത്തെക്കുറിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ. ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കെട്ടിടം വലുതാവുക എന്നുള്ളതോ ശ്രീകോവിൽ വലുതാവുക എന്നുള്ളത് മാത്രമല്ല. മനസ്സിലായില്ലേ? ശ്രീകോവിലെ ഓട് മാറി കോൺക്രീറ്റ് ആവുക, കോൺക്രീറ്റ് മാറി ചെമ്പോല ആവുക, ചെമ്പോല മാറി സ്വർണ്ണമോല ആവുക എന്നുള്ളത് മാത്രമല്ല. ആ ക്ഷേത്രം എന്താണ്, ആ ക്ഷേത്ര സ്വരൂപം എന്താണ്, ആ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട അറിവ് എന്താണ്, ഇതിനെക്കുറിച്ചിട്ടുള്ള പഠന സംവിധാനങ്ങളും കൂടി രൂപപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിലും ഈ 5 ആഭരണങ്ങളെ കടക്കുന്ന തത്വമാണ് ക്ഷേത്രത്തിനുള്ളത്. ഏതൊക്കെയാ 5 ആഭരണങ്ങൾ? ഏതൊക്കെയാ? പഞ്ചകോശങ്ങളെന്ന് പറയും. 5 കോശങ്ങളെന്ന് പറയും. അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. മനസ്സിലായില്ലേ? ഈ 5 തരത്തിലുള്ളത് ശരീരവുമായി ചേർന്ന് നമ്മുടെ ആത്മതത്വത്തെ മറയ്ക്കുന്നതാണ്. അതിൻ്റെ മറ നീങ്ങിയാൽ ഈശ്വരനെ നേടാം. അതാണ് ഭഗവാൻ ഗോപികമാരെ പഠിപ്പിച്ചത്. കാരണം നിങ്ങൾ പുറമേയുള്ള ഈശ്വരനെ അല്ല തേടേണ്ടത്. കാര്യം എന്താ? പുറമേയുള്ള എന്നെയാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഞാൻ കംസന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നെ നഷ്ടപ്പെട്ടതായിട്ട് തോന്നും. നഷ്ടപ്പെട്ടതായിട്ട് തോന്നാതിരിക്കണമെങ്കിൽ, നിങ്ങളിലേക്ക് ദുഃഖം വന്നു ചേരാതിരിക്കണമെങ്കിൽ പുറമേയുള്ള കൃഷ്ണന് പകരം നിങ്ങൾ അകമേയുള്ള കൃഷ്ണനിൽ ആനന്ദിക്കുന്നവരായി മാറണം. മനസ്സിലായില്ലേ? ആത്മബോധം ഈശ്വരബോധമായി മാറണം. ആത്മബോധം ഈശ്വരബോധമായി ചേരണം, ലയിക്കണം. പറഞ്ഞ മനസ്സിലായോ?
അപ്പോൾ ഇതിനാണ് ഈ പഞ്ചകോശങ്ങൾ, 5 കോശങ്ങൾ: അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. നിങ്ങൾ ക്ഷേത്രത്തിന് പുറത്തൊരു പ്രദക്ഷിണ വഴിയില്ലേ? ഇല്ലേ? ഉണ്ടോ? ഇത് അന്നമയ കോശത്തിൻ്റെ തത്വത്തിലാണ്. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയിലാണ്. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ തത്വം എന്ന് പറയപ്പെടുന്നത്, ക്ഷേത്രമെന്ന വാക്കിൻ്റെ അർത്ഥം ശരീരമെന്നാണ്. ഒരു ശരീരത്തിൻ്റെ ആത്മതത്വത്തിന് പ്രതീകമാണ് ഭഗവാൻ ദേവനെ കുടിയിരുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഭഗവാന്റെ അടുത്തു നിന്ന് ആ കൊടിമരത്തിൻ്റെ ചുവട് വരെയുള്ള ദൂരത്തിനനുസരിച്ച് കൊടിമരത്തിൻ്റെ ഉയരം കണക്കാക്കുന്നത്. കൊടിമരം എന്നത് ഭഗവാന്റെ നട്ടലിൻ്റെ പ്രതീകമായിട്ടാണ് സ്ഥാപിക്കുന്നത്. ആ കൊടിമരത്തിലൂടെ 2 കയർ ഇങ്ങനെ പിണച്ചിട്ടല്ലേ കൊടി ഉയർത്തുന്നത്. എന്നിട്ട് അത് കൊടിമരത്തിൽ ചുറ്റി 6 ചുറ്റിട്ടാണ് കെട്ടുന്നത് കറക്റ്റായിട്ട്. എന്താ കാര്യം? ഇടപിംഗലാ നാഡികൾ, മനസ്സിലല്ലേ? പ്രാണനാഡികളായ സുഷുമ്നയ്ക്ക് ചുറ്റും ഇടപിംഗലാ നാഡി, നട്ടലിൻ്റെ പ്രതീകമായതുകൊണ്ട് അതിന് ഓരോ കശേരികൾ പോലെ ഓരോ പറ, മനസ്സിലായില്ലേ? ഒരു ഡിസ്ക് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഒറ്റ ഡിസ്കായിട്ടാണ് അത് വെക്കുന്നത്. ഓരോ പറ ഇട്ടിട്ട് വെക്കുന്നത് അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രാണന്റെ പ്രക്രിയയുടെ പ്രതീകമാണ് കൊടിയേറ്റ്. കൊടിയേറ്റ് എന്ന് വെച്ചാൽ ഉത്സാഹം വർദ്ധിപ്പിക്കുന്നത്, ഉത്സിനെ സമീപിക്കുന്നത്. അപ്പം നമ്മളുടെ ആ ഗ്രാമത്തിൻ്റെ പ്രാണചൈതന്യം വർദ്ധിക്കണം, മനസ്സിലായില്ലേ? അതിനാണ് കൊടിയേറ്റ് എന്ന് പറയുന്നത്. അല്ല, ഭഗവാന്റെ ആ കൊടിയേറ്റ് ആഘോഷം എന്ന് പറയപ്പെടുന്നത്. അപ്പം ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ തത്വമാണ്. വലിയ വിഷയമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രം ഒരു വലിയ തത്വത്തെയാണ്. ക്ഷേത്രം ഒരു മനുഷ്യ സ്വരൂപത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അന്നമയ കോശമാണ് പ്രദക്ഷിണ വഴി. അത് കഴിഞ്ഞാൽ ചുറ്റമ്പലം, അല്ലേ? ചുറ്റമ്പലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മനസ്സാണ്, മനോമയമാണ്. അതുകൊണ്ടാണ് അതിനകത്തേക്ക് കയറിയാൽ പിന്നെ നാമജപം അല്ലാതെ വേറൊരു, മനസ്സിലായില്ലേ? കുശല പ്രശ്നങ്ങൾ പോലും നടത്താൻ പാടില്ല. മനോമയമാണ് ഭഗവാന്റെ മനസ്സിലേക്ക്. അത് കഴിഞ്ഞാലോ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രാണമാണ്, ഭഗവാന്റെ പ്രാണനാണ്. പിന്നെ ചുറ്റമ്പലത്തിനകത്ത് നിൽക്കുന്ന മുഴുവൻ ഭഗവാന്റെ പ്രാണശരീരമാണ്. അവിടെയാണ് അകത്തെ പ്രദക്ഷിണ വഴി എന്ന് പറയുന്നത്. അകത്തൊരു ബലിവട്ടം ഇല്ലേ? അകത്തെ പ്രദക്ഷിണ വഴി എന്ന് പറയുന്നത് ആ തത്വത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീകോവിൽ എന്ന് പറയുന്നതിന് ചുറ്റും അതിലെന്ന് പറയുന്നത് ആ പഞ്ചവർഗം എന്ന് പറയുന്നത് വിജ്ഞാനമയമാണ്. ഇതുവരെ നമ്മൾ നേടിയ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള അറിവ് എന്നുള്ള ശരീരമാണ്. അത് കഴിഞ്ഞാൽ ആ അറിവിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയാണ്, ആനന്ദമാണ് ആ ശ്രീകോവിലിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അതാണ് ആനന്ദം. ആ ആനന്ദത്തിലാണ് ആയിരിക്കുന്നത് ഭഗവാൻ, മനസ്സിലായില്ലേ? അപ്പോൾ 5 കോശങ്ങൾക്കുള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിൽ കടക്കുക എന്ന സങ്കല്പം ഉള്ളത്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഗോപികമാരെ ബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ദേഹാഭിമാന ബോധം കളഞ്ഞു വേണം എന്നെ പ്രാപിക്കാൻ എന്ന് പറഞ്ഞു തീർന്ന് ആ ഗോപികമാർക്ക് ഈ പരമജ്ഞാനം ലഭിച്ച് ഭഗവാനിൽ നിന്ന് ലഭിച്ച ജ്ഞാനത്തിൻ്റെ തത്വം മനസ്സിലാക്കിയ ഗോപികമാർ യാതൊരു ലജ്ജയുമില്ലാതെ ഭഗവാന്റെ മുന്നിലേക്ക് 2 കൈകളും തലയിൽ ഉയർത്തിപ്പിടിച്ച് തൊഴുതുകൊണ്ട് ഗോപികമാർ കയറി വന്നു. കാരണം എന്താ? ദേഹബോധം പോയി, മനസ്സിലായില്ലേ? ദേഹബോധത്തിലാണ് നഗ്നതാബോധം. അതെല്ലാം കളഞ്ഞ് യാതൊരു ഇതുമില്ല. ഭഗവാൻ നിർബന്ധിക്കേണ്ടി വന്നില്ല. അവർ സ്വയം തന്നെ കയറി വന്നു. ഭഗവാൻ വസ്ത്രം കൊടുത്തു, ഇവർ വസ്ത്രം ധരിച്ചു. ഭഗവാനോടൊരു പിണക്കോ ഇല്ല. കാരണം എന്താ? പരമമായ ജ്ഞാനത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അതോടുകൂടി ഭഗവാനോടൊപ്പം ഒരുമിച്ച് കളിച്ചുല്ലസിച്ച് പാട്ടുപാടി നൃത്തമാടി ഗോപികമാരെല്ലാവരും കൂടി ഭഗവാന്റെ കൂടൊപ്പം എവിടേക്ക് പോയി? തങ്ങളുടെ വീടുകളിലേക്ക് പോയി. ഇതാണ് വസ്ത്രാപകരണ ലീല. യഥാർത്ഥത്തിൽ ഇതിന് മോശമായതാണോ നല്ലതാണോ? നമ്മളൊക്കെ സാധാരണഗതിയിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്